ഒരു കോർട്ട് ഹാളിൽ കയറിയിട്ട് സറണ്ടർ ചെയ്യാൻ വന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്ക് കേരളത്തിൽ പറഞ്ഞു തരാമോ? എന്തിനാണ് ഇവർ അറസ്റ്റ് ചെയ്തത്? കാരണം ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ സത്യം പറയും. അവർക്കെന്താ പോലീസ് കസ്റ്റഡി ചോദിച്ചാൽ പോരെ അവൻ സറണ്ടർ ചെയ്തതിന് ശേഷം? ബലമായിട്ട് ഇപ്പോഴും വിഷ്വൽസ് സൈറ്റിലുണ്ട്. ഒരു അജാന ബാഹുക്കളായിട്ടുള്ള കുറേ പോലീസുകാർ വന്ന് ബലമായിട്ട് ഇവരെ രണ്ടുപേരെയും, എനിക്ക് തോന്നുന്ന വിജേഷാണെന്ന് തോന്നുന്നു, രണ്ടുപേരെയും കൂടെ ബലമായിട്ട് കോർട്ട് ഹാളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്തിനാ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താ? കാരണം ഇവനെ അതിൽ പ്രതിയാക്കിയേ തീരുള്ളൂ അവർക്ക്. ഇതെല്ലാം തന്നെ വളരെ വളരെ എന്താ പറയുക, വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് ഇതൊന്നും പോരാ, 20 വർഷം ശിക്ഷിച്ച ആൾക്ക് ആ ശിക്ഷ പോരാ, പിന്നെന്താ അവനെ തൂക്കിക്കൊല്ലാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ വാദിക്കുക, അപ്പീൽ കൊടുക്കുക. എനിക്ക് 20 കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്സാര കാലഘട്ടമല്ല. ഇപ്പം എൻ്റെ പ്രതി ഒരു 8 വർഷത്തോളം കിടന്നിട്ടാണ് ജാമ്യം കിട്ടിയത്. ബാക്കിയുള്ളവരെല്ലാവരും അവർക്കൊക്കെ 10, 32, 35 വയസ്സേ ഉള്ളൂ. 20 വർഷം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? അതുപോരാ, ഇനി മറ്റേ മരിക്കുന്നവരെ ജയിലിലിടണമെന്നൊക്കെ പറഞ്ഞ് പ്രോസിക്യൂഷൻ പോകുന്നത് എനിക്ക് വളരെ വിചിത്രമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഈ കേസിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റ് മുതൽ ഞങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ അതിജീവിത ഐഡൻറ്റിഫൈ ചെയ്തത് മുതൽ 5 മണിക്ക് ഡോക്ടറെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. അത് ഡോക്ടറോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഡ്രൈവർ ഇൻ ഗോവ, പേരില്ല, ഒന്നുമില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവർക്കും ഉറപ്പില്ല. പക്ഷേ അവർക്ക് ഇയാളാണ് പ്രതി എന്ന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. യാദൃശ്ചികവശാൽ അത് തുടങ്ങി ഒരുപാട് കാര്യമുണ്ട്. ഈ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ട്രേസ് ചെയ്തു എന്ന് പറയണം. ഫോണ് പൾസർ സുനിയുടെ പേരിലുള്ള സിമ്മല്ല. പണ്ടെങ്ങാണ്ട് ആരോ എവിടെയോ വർക്ക് ചെയ്തപ്പോൾ ആരെങ്കിലും സ്വന്തം സിമ്മ് വേറൊരാളുടെ കയ്യിൽ, അതും സ്വരച്ചേർച്ച ഇല്ലായയോടുകൂടി പോയിട്ടുള്ള ഒരാളുടെ എൻ്റെ പേരുള്ളൊരു സിമ്മാണെങ്കിൽ ഞാനത് ബ്ലോക്ക് ചെയ്യാനായിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടില്ല. ഞാനവിടെ കമ്പനിയിൽ എഴുതി കൊടുത്താൽ മതി. ആരുടെയോ പേരുള്ളൊരു സിമ്മ് വെച്ചിട്ട് ടവർ ലൊക്കേഷൻ വെച്ചിട്ടാണ് പൾസർ സുനി അതുവഴി യാത്ര ചെയ്തു എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോടും ചോദിച്ചിട്ടുണ്ട്, 2 പേരോടും, ബാബുമാറിനോടും ബൈജു പോലീസിനോടും. ഇതിൻ്റെ ഉടമസ്ഥൻ ആ സമയത്ത് എവിടെ ആയിരുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഉടമസ്ഥൻ എവിടെയാണെന്ന് അന്വേഷിക്കാണ്ട് പിന്നെ വല്ലവരുടെയും പേരിലുള്ള സിമ്മ് വെച്ചിട്ട് ഇവനെ ട്രേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുമില്ല. അത് നമ്മൾ മേൽക്കോടതി പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ DNA കാര്യം പറയുന്നുണ്ട്. ഈ അതിജീവിതയുടെ വസ്ത്രങ്ങൾ രാവിലെ 5 മണിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. രാധാമണി CIയുടെ കയ്യിൽ കണ്ട് ഒരു കവറിലിട്ടിട്ട് ഈ വസ്ത്രങ്ങളും കൊടുക്കുകയാണ്. കണ്ടാമിനേഷൻ വരാനായിട്ട് ഇത് ഇങ്ങനെയൊന്നും അല്ല സീൽ ചെയ്യേണ്ടത്. പൊടിയാകട്ടെ, മോയ്സ്ചർ ആവട്ടെ, അല്ലെങ്കിൽ അത്തരം ഉള്ള എല്ലാ ഇതും കൊണ്ടും DNAയിൽ വ്യത്യാസം വരാം. പോലീസുകാർക്ക് തന്നെ അറിഞ്ഞൂടെ ഈ സാധനം എവിടെയായിരുന്നു. ഓരോരുത്തരും ഓരോന്ന് പറയും. മറ്റേ ആളുടെ കയ്യിലായിരുന്നു, ഇവിടെ ആയിരുന്നു, അവിടെ ആയിരുന്നു എന്ന് പറയും. 4:30 മണിക്കാണ് ഇത് സീൽ ചെയ്യുന്നത്. 18-ാം തീയതി 4:30 മണിക്ക്. അപ്പോൾ ഇതിൽ ആരൊക്കെ തൊട്ടു വന്നോ, ഇത് എങ്ങനെയാണ് വെച്ചിരുന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല. അപ്പം തന്നെ കണ്ടാമിനേഷൻ അവിടെ വന്നു. പിന്നെ എങ്ങനെ DNA ഇത് ചെയ്യുന്നത്? അതെല്ലാം ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. മേൽക്കോടതിയിൽ നിന്നും റേസ് ചെയ്യും. പോസിറ്റീവ് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ കൂടെ എത്രയോ പ്രതികൾ ഈ ടച്ച് DNA എന്നൊരു സാധനമുണ്ട്. അത് ഞാൻ താങ്കളെ ഒരു ഷേക്ക് ഹാൻഡ് തരുന്നു, ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, എൻ്റെ DNA അവിടെ കിട്ടും.
കാരണം ഈ സെൽസിലുള്ള ഇത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോകും. ഈ പ്രോസിക്യൂഷൻ കേസ് തന്നെ ഈ ബാക്കിയുള്ള പ്രതികളെല്ലാം തന്നെ ഈ സ്ത്രീയെ പിടിച്ചിട്ടുണ്ട്, മറ്റേ ബലമായിട്ട് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്, അവർ പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ആരുടെയും DNA ടെസ്റ്റ് ചെയ്യണ്ടേ? ആരുടെയും ടെസ്റ്റ് ചെയ്തിട്ടില്ല. A1-ൻ്റെ പൾസർ സുനിയുടെ മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് പാടില്ല. കാരണം ഇവരെല്ലാം സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഈ ടച്ച് DNA വഴി ഇവരുടെ എല്ലാം സെൽസ് ഈ DNA ഇതിൽ വ്യത്യാസം വരും. പിന്നെ ടോട്ടലി കണ്ടാമിനേറ്റഡ് ആണ് ആ വസ്ത്രങ്ങൾ മുഴുവൻ. ഒരു പാക്കറ്റ് വെറുതെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഒരു തുണി കൊടുക്കുന്നു, ഇത്രയും ഇതായിട്ടുള്ളൊരു കേസിൽ. അത് അടുത്ത ദിവസം വൈകുന്നേരം 4:30 അവർ സീൽ ചെയ്യുന്നത്. അതിനിടയിൽ ഓരോരുത്തരും തൊടുന്നുണ്ട്, ഈ പോലീസുകാരുൾപ്പെടെ. പോലീസുകാർ എത്ര പേരാണോ തുണി എടുത്തതെന്ന് ഇങ്ങനെ അറിയാനൊക്കെ. ഇതിനൊക്കെ ഒരുപാട് ഈ പ്രോട്ടോകോൾ ഉണ്ട്. അതായത് ഗ്ലൗസ് വേണം, അതുപോലെ ഇവൻ തുമ്മാൻ പോലും പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രോട്ടോകോൾ ഉണ്ട് ഈ DNA പരിശോധനയ്ക്ക്. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. എല്ലാം അപ്പീലിൽ ഞങ്ങൾ പറയുന്നുണ്ട്.